ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. മഹീന്ദ്ര അങ്ങനെ ഫൈനലി അവരുടെ XCV9S എന്ന് പറഞ്ഞ 7-സീറ്റർ 700 ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മഹീന്ദ്രയുടെ B6ഉം XCV9 ഒക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആവാനായി. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര ഈ വർഷം അവസാനമായപ്പോഴേക്കും അവരുടെ പുതിയ വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് പറയാനില്ല. അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഡിസൈനാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട് ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ XCV9 എന്താണ് കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് അവർ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ഫുൾ LED ലൈറ്റിംഗ് സെറ്റപ്പാണ് വരുന്നത്. കണക്റ്റഡ് DRLസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബമ്പറിൻ്റെ ഡിസൈനിൽ നമുക്ക് XCV9 പോലെ തന്നെയാണ്, പക്ഷേ 700 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിലാണ് ഒരു മെയിനായിട്ട് 700 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസിയേഷൻ കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ പുതിയ ട്വിൻ പീക്സ് ലോഗോ, മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോഗോ, അതായത് XCV റേഞ്ചിൽ വരുന്ന വാഹനങ്ങളുടെ ലോഗോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റത് BE റേഞ്ചിലുള്ള വണ്ടികളുടെ ലോഗോ ആയിരിക്കുമല്ലോ. ഇതിൻ്റെ തന്നെ BE ആയിരുന്നു എങ്കിൽ. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 700 പോലൊക്കെ തന്നെയാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ XCV9 കൂപ്പയായിരുന്നു, ഇത് പക്ഷേ കൂപ്പയല്ല, ഒരു പ്രോപ്പർ SUV സ്റ്റാൻസ് തന്നെയാണുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിലും 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുള്ളൂ. സംഭവം 255/60 R18s ആണ്. പക്ഷേ എന്നാലും കാണുമ്പം ഈ വണ്ടിയുടെ സൈസ് വെച്ചൊരു ഇത്തിരി ചെറുതായിട്ട് തോന്നുന്നുണ്ട്. XCV 700 നമുക്ക് നോർമലി 18 ഇഞ്ചാണ് കിട്ടുന്നത്, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ അവർ 9ലും B6ലും വരെ 19 ഇഞ്ച് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ഈ വണ്ടിയിൽ 18 ഇഞ്ച് വരുമ്പോഴേക്കും ഒരു ഇത്തിരി അണ്ടർടൈഡ് ആയതുപോലെ തോന്നുന്നുണ്ട്, അതാണ് പ്രശ്നം. അതല്ലാതെ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ ഓർ വീംസ് ഒക്കെ സെയിം 700 അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഇംഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ ബാഡ്ജിങ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ പോകുന്നത്. ഏതായാലും 18 ഇഞ്ച് അലോയ്സ് ആകുമ്പോഴേക്കും റൈറ്റ് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും 19 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സെയിം XCV 700 എന്താണ് കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേ ലീഗ് ഡിമേഴ്സ് വന്നപ്പോഴും സെയിം ടെയിൽ ലാമ്പിൻ്റെ കട്ടൗട്ടൊക്കെ അത് തന്നെയായിരുന്നു. പക്ഷേ ബാക്കിൽ പുതിയ ട്വിൻ പീക്സ് ലോഗോ വന്നിട്ടുണ്ട്. XCV9Sൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ ഡിസൈൻ മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ബമ്പറാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ആ ഒരു ഡിസൈൻ, അത് ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള ബമ്പറിൻ്റെ മുകളിലുള്ള ഒരു കട്ടൗട്ട്, അതൊന്നും നമുക്ക് XCV 700 ഇല്ലായിരുന്നു. പിന്നെയുള്ളത് ടെയിൽ ലാംപ്സിൻ്റെ അകത്തെ ഇൻസേർട്സ് ആണ്, അതവർ മാറ്റിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ, അതായത് അകത്തെ ലൈറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിലാണ് മെയിനായിട്ട് ചേഞ്ച് വന്നിരിക്കുന്നത്. പിന്നെ നടുവിലത്തെ എലമെൻറ്റ് മൊത്തം ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അത് കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ആക്ച്വലി കണക്റ്റഡ് അല്ല. പിന്നെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ വാഷർ എല്ലാം നോർമൽ പൊസിഷനാണ്. നമ്മളിപ്പോൾ സിയറയിൽ ടോപ്പിലായിട്ട് മൗണ്ട് ചെയ്ത ഒരു ഹിഡൻ വൈപ്പർ സെറ്റപ്പാണ് കണ്ടത്. അതൊന്നും ഈ വണ്ടിയിലില്ല. എല്ലാം സ്റ്റാൻഡേർഡ് കൺവെൻഷണൽ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് 7-സീറ്റർ ആയതുകൊണ്ട് ബൂട്ട് സ്പേസ് നിങ്ങൾ എന്തായാലും എല്ലാ റോസും അപ്പായിട്ട് വെക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ കുറവാണ്. കറക്റ്റ് എക്സാക്ട് ലിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റി എനിക്കറിയില്ല, എന്തായാലും 100 ലിറ്റേഴ്സിനടുത്തേക്ക് കാണുള്ളൂ. പക്ഷേ അതേസമയം തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 500 ലിറ്റേഴ്സിൻ്റെ മുകളിലായിട്ട് 512 ലിറ്റേഴ്സ് എന്താണ് അവർ പറയുന്നത്, അത്രയും ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ലഗേജ് വെക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഫോൾഡ് ചെയ്ത് തന്നെ ഓടിക്കാനേ പറ്റുള്ളൂ. ഇത് ഈ വണ്ടിയുടെ മാത്രം പ്രശ്നമല്ല, XCV 700 നമ്മൾ ഈ സെയിം പ്രശ്നം കണ്ടതാണ്. ബൂട്ട് സ്പേസ് വളരെ കുറവായിരുന്നു, എല്ലാ റോസും അപ്പായിരുന്നെങ്കിൽ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് ഡാഷ്ബോർഡ് ലേഔട്ട് കിട്ടുന്നത് എക്സാക്ട്ലി XCV9 സെയിം സംഭവം തന്നെയാണ്. സ്റ്റിയറിംഗ് വീല് സെയിം ആണ്, കൺട്രോൾസ് സെയിം ആണ്. പിന്നെ ഈവൻ സ്ക്രീൻസ് ആണെങ്കിൽ പോലും നമുക്ക് 3 12.3 ഇഞ്ചസിൻ്റെ സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്, അതും സെയിം ആണ്. ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് കൊടുത്തിട്ടുണ്ട്. ടാറ്റ ഇപ്പോൾ സിയറയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മഹീന്ദ്ര കഴിഞ്ഞ വർഷം തന്നെ XCV9 കൊടുത്തായിരുന്നു. ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ടാറ്റ സിയറയിൽ കൊടുത്തത്. അതെന്തെങ്കിലും ആവട്ടെ. അതല്ലാതെ നമുക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC ഉണ്ട്. പിന്നെ സെൻറ്റർ കൺസോളിൽ വരുന്ന ഒരു ഗിയർ ഷിഫ്റ്റ് നോബ് അല്ലെങ്കിൽ ഗിയർ മോഡ് സെലക്ടർ നിങ്ങൾക്ക് കാണാം. അതും നമ്മൾ XCV9 കണ്ട പരിചയമായിട്ടുള്ള സംഭവം തന്നെയാണ്. B6ൻ്റെ ഗിയർ സെലക്ടർ നോബ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അത് കാണാൻ കുറച്ചും കൂടി ഒരു മറ്റേ സ്പോർട്ടീവ് ഒരു എയർക്രാഫ്റ്റ് വൈബ് ഒക്കെ ഉണ്ട്, ഇതിനതില്ല. പിന്നെ നമുക്ക് വരുമ്പം ഡ്രൈവർ സീറ്റ് 6-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ലംബാർ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ XCV9 കണ്ട പോലെ, അതുപോലെ XCV 700 കണ്ട പോലെ റൈറ്റ് സൈഡിൽ ഡോർ പാഡിലാണ് അതിൻ്റെ കൺട്രോൾസ് എല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിലൊരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ വൈറ്റ് സീറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ടിൽ, അതായത് നടുവിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്, അത് ഒരു ഗ്രേ കളർ തീമിലാണ് പിടിച്ചിരിക്കുന്നത്. അതല്ലാതെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഈവൻ പാസഞ്ചർ സീറ്റ് ആണെങ്കിൽ പോലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ബോസ് മോഡും വരുന്നുണ്ട്. 6-way ഇലക്ട്രിക്കായിട്ട് നമുക്ക് പാസഞ്ചർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോ ഡിമിങ് എയർ വീംസ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ഫ്രണ്ടിലത്തെ സീറ്റ്സ് വെന്റിലേറ്റഡ് ആണ്. പിന്നെ നമുക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അങ്ങനെ 7 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ ലെവൽ 2+ അഡ്വാൻസ്ഡ് ടവർ റെസിസ്റ്റൻസ് സിസ്റ്റം വരുന്നുണ്ട് എന്ന് പറയേണ്ട. അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല. നമുക്കറിയാം മഹീന്ദ്ര ആണല്ലോ, XCV9 ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തേക്ക് അവർ ക്യാരി ഓവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 16 സ്പീക്കർ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ സൺറൂഫിൻ്റെ സൈസൊക്കെ അത്യാവശ്യം വലുതാണ്. പക്ഷേ XUV9 B6 രണ്ടിലും നമുക്ക് ഗ്ലാസ് റൂഫ് ആയിരുന്നു ഉണ്ടായിരുന്നു, ഓപ്പൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ വണ്ടിയിൽ പക്ഷേ XUV700 കിട്ടുന്ന പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൺറൂഫാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഫീച്ചറായിരിക്കും. അല്ലേ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് റൂഫ് ആണെങ്കിലും സൺറൂഫ് ആണെങ്കിലും എന്നെ ബാധിക്കുന്നില്ല. അതായത് അത് വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. എനിവേ, ഇനി നമുക്ക് അടുത്ത സീറ്റിംഗിൽ അറേഞ്ച്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ. ഫ്രണ്ടിലത്തെ സീറ്റ് വരുന്നതെല്ലാം നമ്മുടെ സെയിം XUV700 XUV9 കണ്ട അതേ സെറ്റപ്പ് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് വെന്റിലേറ്റഡ് ആണ്. പിന്നെ ആക്ച്വലി ഫ്രണ്ടിൽ മാത്രമല്ല, നമുക്ക് ബാക്കിലത്തെ സീറ്റിലും ഇതിനകത്ത് വെന്റിലേഷൻ ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ സീറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും മഹീന്ദ്ര ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് നടുവിലത്തെ ഒരു പാസഞ്ചറിന് ഉണ്ടാവില്ല, പക്ഷെ അല്ലാതെ ബാക്കി രണ്ട് സൈഡിലായിട്ടും ഉണ്ടാവുമായിരിക്കും. അതാണ് നല്ലൊരു സംഭവം. അത് നമുക്ക് സിയറയിലും ഈവൻ ഹാരിയർ EV-യിലാണെങ്കിൽ പോലും ബാക്കിലില്ലാത്തൊരു സംഭവമാണ്. പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ സെക്കൻഡ് റോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീക്കാം, അതുപോലെ റിക്ലൈനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നേരത്തെ 700 ഇല്ലായിരുന്നു, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് സ്പേസ് കൂട്ടാൻ പറ്റില്ല, സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്കും സ്പേസ് കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡ് റോയിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം വേണമെങ്കിൽ മാക്സിമം ആക്കാം. തേർഡ് റോയിൽ സ്പേസ് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതല്ലാതെ അവർ ഇതിൻ്റെ അകത്ത് ഒരു ബാക്കിലത്തെ ട്രേ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ വയ്ക്കണോ ഫുഡ് കഴിക്കണമൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ ബാക്കിൽ ആംറസ്റ്റ് ഉണ്ട്, അതുപോലെ നമുക്ക് ഒരു ചെറിയ മറ്റേ ടാബ് ഹോൾഡർ പോലത്തെ അതിൻ്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സെയിം XUV9 B6 നമ്മൾ കണ്ടതാണ്. ഇനി ഈ വണ്ടിയിൽ ഒരു തേർഡ് റോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ ഉണ്ട്. അതാണല്ലോ ഈ ഇലക്ട്രിക് വാഹനത്തിനെ വേറിട്ട് നിർത്തുന്നത്. നമുക്കിപ്പോൾ പൊതുവേ 7 സീറ്റർ വണ്ടികൾ ഇലക്ട്രിക് കാറ്റഗറിയിൽ എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ആകപ്പാടുള്ളത് കിയയുടെ ക്ലാവിസ് EV-യും പിന്നെ BYD-യുടെ E-Max 7-ഉം. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി ഒരുപാട് മുന്നിലാണ്. ഈവൻ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ജസ്റ്റ് ഈ സംഭവം നോക്കാം. തേർഡ് റോ നിങ്ങൾക്ക് സെക്കൻഡ് റോ അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഇതിൻ്റെ ഫ്ലോർ ബോർഡ് ഒരു ഇത്തിരി ഹൈ ആണ്. അതിപ്പോൾ പൊതുവെ എല്ലാ ഇലക്ട്രിക് വണ്ടികളും അങ്ങനെ തന്നെയായിരിക്കും. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സിലെ കാര്യത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി ഓപ്ഷൻസ്, പവർ ട്രെയിൻ ഓപ്ഷൻസ് അതൊക്കെ നമുക്ക് നോക്കാം. ഇതിനകത്ത് 3 ബാറ്ററി കൺഫിഗറേഷൻ അവൈലബിൾ ആണ്. 2 സെയിം നമ്മൾ B6 XUV9 കണ്ട 59 kWh 79 kWh ആണ്. പക്ഷേ പുതിയതായിട്ട് ഒന്ന് ആഡ് ആയിരിക്കുന്നത് 70 kWh ബാറ്ററി പാക്കാണ്. അത് അവരൊരു മിഡിൽ ഗ്രൗണ്ട് ആയിട്ട് വെച്ചാണെന്ന് തോന്നുന്നു. അത് സംഭവം കൊള്ളാം. എന്തായാലും ബാക്കി 2 പവർ ഫിഗേഴ്സിൽ വ്യത്യാസമില്ല. അതായത് നമുക്ക് 228 bhp 380 Nm ടോർക്കാണ് 59 kWh കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ 282 bhp സെയിം 380 Nm ടോർക്ക് തന്നെയാണ് 79 kWh ബാറ്ററി പാക്കിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഈ പുതിയ 70 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡലിൽ നമുക്ക് 242 bhp ആണ് കിട്ടുന്നത്. ആൻഡ് 0 to എടുത്താൽ 7 സെക്കൻഡ്സിനടുത്താണ് അവർ ക്ലെയിം ചെയ്യുന്നത്. മറ്റത് ഇപ്പം 59 ആണെങ്കിൽ 7 സെക്കൻഡ്സിന് കുറച്ചുകൂടെ മോളിൽ പോകും. പക്ഷേ അതേസമയം നമ്മുടെ 79 ആണെങ്കിൽ ഒരു ഇനീഷ്യലി ക്ലെയിം ചെയ്തിരുന്നത് 6.8 സെക്കൻഡ്സ് ആയിരുന്നു. സോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പവറിൻ്റെ ഒരു അധികം ഡിഫറൻസ് ഇപ്പോൾ 30 bhp മറ്റേ കൂടി, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് 20 bhp 15 bhp കുറവാണ്, അതൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയാനൊന്നും പോകുന്നില്ല. ഒന്നാമത് ഇലക്ട്രിക് ആണതുകൊണ്ട് ആ ഒരു ട്രാൻസ്മിഷൻ ലോസും ലാഗും സാധനങ്ങളൊന്നും വരുന്നില്ല, ഡയറക്റ്റും കയറി പോവില്ലേ. പിന്നെ ടോർക്ക് വരുന്ന 70 kWh മോഡലും 380 Nm തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. എന്തായാലും ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള പ്രൈസിങ്ങിലേക്ക് കിടക്കാം. XUV9 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു വണ്ടിയുടെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. മിക്കവാറും ഹാരിയർ EV-യുടെ ഇൻഫ്ലുവൻസിൽ കുറച്ചായിരിക്കും, അല്ലാതെ വേറെ റീസൺ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 വേരിയൻസ് ആണ് മെയിനായിട്ട് കിട്ടുന്നത്. പാക്ക് 1 അബവ് ഉണ്ട്, പാക്ക് 2 അബവ് ഉണ്ട്, പിന്നെ പാക്ക് 3 ഉണ്ട്. 4 വേരിയൻസ്. അതിൻ്റെ മുകളിൽ പാക്ക് 3 അബവും കൂടെ വരുന്നുണ്ട്. ഈ പാക്ക് 1 അബവിൻ്റെ അകത്ത് നമുക്ക് 59 79 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. പാക്ക് 2 അബവിൽ നമുക്ക് 70 kWh 79 kWh ആണ് കിട്ടുന്നത്. അതിൽ പാക്ക് 2 അബോയിൽ മാത്രമാണ് ആക്ച്വലി 70 kWh ബാറ്ററി പാക്ക് വരുന്നത്. ബാക്കി ബേസ് മോഡലാണ് 59 വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പാക്ക് 3ലും പാക്ക് 3 അബോയിലും 79 kWh മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാക്ക് 1 അബോവിൻ്റെ അകത്ത് 79 കൊടുക്കുന്നതിന് ഓരോർക്ക് വേണമെങ്കിൽ 70 കൊടുക്കായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു 1 ലക്ഷം രൂപയും കൂടെ താഴെ പ്രൈസ് ചെയ്യാമായിരുന്നു. അത് നല്ലൊരു മൂവ് ആയനെ. ബട്ട് എനിവേ 19.95 lakhs-ലാണ് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 29.45 lakhs വരെയാണ് പോകുന്നത്. ഇതിനകത്ത് പാക്ക് 3യുടെ 79 kWh വരുന്ന മോഡലിൻ്റെ പ്രൈസ് 27.35 lakhs ആണ്. അത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഏകദേശം നമ്മുടെ ഹാരിയർ EV-യുടെ സെക്കൻഡ് ടോപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിംഗ് ആണ്. പക്ഷേ അതേസമയം ഫീച്ചേഴ്സൊക്കെ ഏകദേശം നമുക്ക് അതിലും കൂടുതൽ, പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ അഡീഷണലും കിട്ടുന്നുണ്ട്. ഇത് 7 സീറ്റർ വണ്ടിയാണ്, അതുകൊണ്ട് സ്പേസും കുറച്ചുകൂടി ബെറ്റർ ആണ്. അങ്ങനത്തെ സൈസിൻ്റെ കാര്യത്തിലും ഈ വാഹനത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ ഹാരിയർ EV നിങ്ങൾ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്നതും കൂടെ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. 7 സീറ്റർ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പിന്നെ എന്തായാലും ഇത് തന്നെയാണ് ഒരു ബെസ്റ്റ് ചോയ്സ്. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ക്ലാവിസ് EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ റിലയബിൾ ആയിരിക്കും. ഇത് അത്രയും റിലയബിൾ ആയിരിക്കണം എന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്, സൈസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ആസ്പെക്ട്സിലൊക്കെ നോക്കുമ്പം ഈ വണ്ടി മച്ച് ബെറ്റർ ആണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതല്ല, മഹീന്ദ്ര സാധാരണ ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമേ പറയാറുള്ളൂ. ഇതിപ്പോൾ ഒരു വണ്ടി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു, വണ്ടി കാണിച്ചു. എന്താണാവോ പറ്റിയത്? ബാക്കി കമ്പനികളെല്ലാം മഹീന്ദ്ര പോലെ ആകുമ്പോൾ മഹീന്ദ്ര പിന്നെയും പഴയ പോലെ ആവാൻ നോക്കുക. എന്തായാലും അത് വളരെ നല്ല കാര്യമാണ്.
പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് റിയർ വീൽ ഡ്രൈവ് സെറ്റപ്പിലാണ് ഈ വണ്ടി വരുന്നത്. പക്ഷേ ഇതിനകത്ത് 540 ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ്, ഹാരി റിവ്യൂവിൽ കൊടുത്ത പോലെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്, ഓഫ് റോഡൊന്നും പോകാൻ പറ്റില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ എന്തായാലും ടാറ്റ കൊടുത്തപ്പോൾ മഹീന്ദ്രയും കൊടുത്തിട്ടുണ്ട്, അത് ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡെലിവറി പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ജാനുവരി 23, 2026 ഡെലിവറി തുടങ്ങുന്നത്. ഒഫീഷ്യൽ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ജാനുവരി 14 പക്ഷേ ഡിസംബർ 14 തൊട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രിഫറൻസിലോട്ട് മഹീന്ദ്രയുടെ മറ്റേ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീ ബുക്കിംഗ് ആയിട്ട് ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ എടുത്തോളൂ, അത് കുഴപ്പമില്ല. എന്തായാലും അതാണ് നമ്മുടെ XEV 9S പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.